തൃശൂർ അമ്മാടം കൊടന്നൂർ മേഖലയിൽ പദമഴ. ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ ആലിപ്പഴവും പെയ്തിറങ്ങി. ആദ്യം ആ ദൃശ്യങ്ങളൊന്ന് കാണാം. അവിടെയാണ് കുറല്ലേ, അത് പറഞ്ഞോളൂ. വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് ലെവിൻ കെ വിജയനാണ് ചേരുന്നത്. ലെവിൻ, സംസ്ഥാനത്തെ 7ഓളം ജില്ലകളിൽ നിന്ന് മഞ്ഞ അലേർട്ട് ഉണ്ടായിരുന്നു. ശക്തമായ മഴ പലയിടത്തും, ഞാനിപ്പോൾ നിൽക്കുന്ന എറണാകുളത്ത് ഉൾപ്പെടെ ലഭിച്ചിരുന്നു. ഈ തൃശ്ശൂരിൽ മഴ എങ്ങനെയുണ്ടായിരുന്നു? ഇത് എന്താണ് ഈ പദമഴ എന്നതിനെ സംബന്ധിച്ച് ഔദ്യോഗികമായ പ്രതികരണം കാലാവസ്ഥാ വകുപ്പിൽ നിന്ന് ലഭിക്കുന്നുണ്ടോ? അതിന് കാലാവസ്ഥാ വകുപ്പ് ഈ കാര്യത്തിൽ ഒരു ഔദ്യോഗികമായ വിശദീകരണമോ അല്ലെങ്കിൽ പ്രതികരണമോ നടത്തിയിട്ടില്ല. പക്ഷേ തൃശൂർ ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിലായി ഇന്ന് മഴ പെയ്തു. വനമേഖലകളിലും മലയോര മേഖലകളിലും അടക്കം ശക്തമായ വേനൽ മഴ തന്നെയാണ് ലഭിച്ചത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ തൃശൂർ ജില്ലയിലെ അമ്മാടത്ത് കോടന്നൂർ മേഖലകളിൽ പെയ്തിറങ്ങിയ മഴയുടെ ദൃശ്യങ്ങളാണ്. ഇവിടെയാണ് ഈ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പദമഴ എന്ന പ്രതിഭാസം ഉണ്ടായിരിക്കുന്നത്. മഴത്തുള്ളികൾക്കൊപ്പം തന്നെ പദ രൂപത്തിൽ വെള്ളം പെയ്തിറങ്ങുകയും അത് പ്രദേശത്തെ പറമ്പുകളിലും ഓടകളിലും ഒക്കെ അത് പതയായി രൂപപ്പെടുകയും അത് നമ്മൾ സോപ്പും ഒക്കെ വെള്ളത്തിൽ പതപ്പിക്കുമ്പോൾ കാണുന്ന അതേ രൂപത്തിലേക്ക് മാറുകയും ചെയ്ത ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. കോടന്നൂർ സ്വദേശിയായിട്ടുള്ള ബിജുവിന്റെ വീടിന് മുൻവശത്തു നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കാലാവസ്ഥാ വിദഗ്ധരുമായി നമ്മൾ നടത്തിയ ഒരു അന്വേഷണത്തിൽ 2 തരം സാധ്യതകളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ അറിയിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ഫാക്ടറികളും മറ്റും പ്രവർത്തിക്കുന്ന മേഖലകളാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതിഭാസം ഉണ്ടാകാനിടയുണ്ട്. വലിയ തോതിൽ മരങ്ങൾ നിൽക്കുന്ന ഒരു സ്ഥലമാണെങ്കിൽ മരത്തിൽ മഴത്തുള്ളികൾ വീണ് ഇത്തരത്തിൽ പദരൂപത്തിൽ ഇത്തരത്തിൽ ഒരു രൂപമാറ്റം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ടെന്ന് കൂടിയാണ് അവർ അറിയിച്ചത്. പക്ഷേ ജില്ലാ ദുരന്ത നിവാരണ വകുപ്പോ കാലാവസ്ഥാ അധികൃതരോ ഇത് സംബന്ധിച്ചുള്ളൊരു കൃത്യമായ വിശദീകരണം ഈ ഘട്ടത്തിലും നൽകിയിട്ടില്ല. മാത്രമല്ല ഉദ്യോഗസ്ഥർ അവിടെ പരിശോധനയ്ക്ക് എത്തിയതായും നമുക്കൊരു വിശദീകരണം അല്ലെങ്കിൽ ഒരു വിവരം ലഭിച്ചിട്ടുമില്ല. ജില്ലയുടെ പല സ്ഥലങ്ങളിലും വേനൽമഴ ശക്തമായി പെയ്യുകയുണ്ടായി. പല സ്ഥലങ്ങളിലും ആലിപ്പഴവും ഇത്തരത്തിൽ പെയ്തിറങ്ങി. നിരവധി സ്ഥലങ്ങളിൽ ആലിപ്പഴം പെയ്തു എന്നുള്ളത് അറിയാൻ സാധിച്ചിട്ടുണ്ട്. നമ്മൾ നേരിട്ട് മഴ ഉണ്ടായിരുന്ന ഒരു പ്രദേശത്തുള്ളപ്പോൾ അവിടെയും ആലിപ്പഴം പെയ്തിറങ്ങിയിട്ടുണ്ട്. പക്ഷേ ആലിപ്പഴം പെയ്തിറങ്ങുന്നത് സ്വാഭാവികമാണ്. കനത്ത വേനലിന് ശേഷം മഴ പെയ്യുമ്പോൾ ആലിപ്പഴം പെയ്തിറങ്ങുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ഈ പദമഴ എന്ന പ്രതിഭാസം അപൂർവമായി മാത്രം സംഭവിക്കുന്നതാണ്. അത് സംബന്ധിച്ച് വിശദീകരണം നടത്തേണ്ടത് കാലാവസ്ഥാ വകുപ്പും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും ഒക്കെയാണ്. അവർ അത് കാര്യങ്ങൾ പരിശോധിച്ച് വരികയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വൈകുന്നേരമാണ് അമ്മാടം പ്രദേശത്ത് ഇത്തരത്തിൽ പദമഴ പ്രതിഭാസം ഉണ്ടായത്. വിനിൽ. ഓക്കെ, വ്യക്തമാണ്. താങ്ക് യു ലെവിൻ. പദമഴ പ്രതിഭാസമാണ് തൃശ്ശൂരിൻ്റെ അമ്മാടം കൊടന്നൂർ മേഖലയിൽ ഉണ്ടായത്. വേനൽ മഴയ്ക്ക് ഈ പദമഴ ഉണ്ടാകുന്നത് രാസപ്രവർത്തനം ഉൾപ്പെടെയുള്ള എന്തെങ്കിലും ഫാക്ടറികളുടെ സമീപത്താണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കണമെന്നാണ് ലെവിൻ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് തൃശ്ശൂരിൽ നിന്ന്.